മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 77-ാമത്തെ ദശകത്തിൽ 11-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 11-ാമത്തെ ശ്ലോകം. ഐക്ഷ്വാഗോഹം വിരക്തോസ്മ്യഖില നൃപസുഖേ ത്വത്പ്രസാദൈകകാംക്ഷീഹ ദേവേതി സ്തുവന്തം വരവിതതിഷു തം നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ മുക്തേ സ്തുല്യം ച ഭക്തിം ധുതസകലമലാം മോക്ഷമപ്യശുദ്ധത്വാ കാര്യം ഹിംസാ വിശുദ്ധ്യൈ തപൈതി ച തദാ പ്രാർത്ഥ ലോകപ്രതീപ്ത്യൈ. യവനൻ്റെ കാലയവനൻ എല്ലാ അനവധി അക്ഷൗഹിണികളെയും കൊണ്ട് യുദ്ധത്തിനായിട്ട് ഒരുങ്ങി വന്ന് മധുരാപുരി വളഞ്ഞ് നിൽക്കുന്നതായിട്ട് കണ്ടിട്ട് ഭഗവാൻ ആ മധുരാവാസികളെയെല്ലാം തൻ്റെ ആളുകളെയെല്ലാം അവിടെ നിന്ന് യോഗശക്തി കൊണ്ട് ദ്വാരകയിലേക്ക് മാറ്റി പാർപ്പിച്ചു. അതിനുശേഷം പേടിച്ച് ഓടിയതുപോലെ ഓടിപ്പോയി എന്നാണ്. ഓടിപ്പോയിട്ട് ആ സമയത്ത് ഒരു ഗുഹയിൽ കയറി, പർവ്വതത്തിലുള്ളതായിട്ടുള്ള ഗുഹയിലേക്ക് പോയി ഭഗവാൻ. പിന്നാലെ ഈ കാലയവനും പിന്നാലെ ഓടിച്ചെന്നു. പക്ഷേ ഭഗവാൻ ഒളിച്ചത് കണ്ടല്ല. അവിടെ കിടന്ന് ഉറങ്ങിയിരുന്നതായിട്ടുള്ള മുചുകുന്ദ രാജാവിനെ ചവിട്ടാൻ ഇടയായി. അവിടെ ആ ചവിട്ടിയ സമയത്ത് ആ മുചുകുന്ദ രാജാവ് തൻ്റെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഈ കാലയവനെയാണ് കണ്ടത്. ആ ദേവന്മാർ കൊടുത്തിട്ടുള്ളതായിട്ടുള്ള വരം കൊണ്ട് ആ കാലയവനൻ അങ്ങനെ ഭസ്മാവുകയും ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഭസ്മായതിനു ശേഷം ഭഗവാൻ തൻ്റെ രൂപം, മനോഹരമായിട്ടുള്ള തൻ്റെ രൂപം ആ മുചുകുന്ദന് കാണിച്ചു കൊടുത്തു. വളരെയധികം ഭക്തനായിരുന്ന ആ മുചുകുന്ദന് തൻ്റെ വിഷ്ണു എന്നുള്ളതായിട്ടുള്ള ആ സ്വരൂപം, വിഷ്ണുവിൻ്റെ സ്വരൂപം അങ്ങോട്ട് കാണിച്ചു കൊടുത്തു എന്നാണ് അപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ മുചുകുന്ദൻ സ്തുതിക്കുന്നതും മുചുകുന്ദന് വരം നൽകുന്നതും ആണ് ഇനി ഈ ശ്ലോകത്തിൽ പറയണത്. ഐക്ഷ്വാകോഹം വിരക്ത അസ്മി. ഐക്ഷ്വാകോഹം, ഞാൻ ഐക്ഷ്വാകൻ, ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ചതായിട്ടുള്ള ഒരു രാജാവാണ്. ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ചവൻ, ഇക്ഷ്വാകു വംശത്തിലുള്ളതായിട്ടുള്ള ഒരു രാജാവാണ് ഞാൻ. പേരവിടെ പറയണില്ല, മുചുകുന്ദൻ എന്നാണ് പേര്. അങ്ങനെ ആ മുചുകുന്ദൻ എന്നുള്ളതായിട്ടുള്ള രാജാവ് ഇക്ഷ്വാകുവിൻ്റെ വംശത്തിൽ ജനിച്ചിട്ട് ആയിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു. ഇനി വിരക്ത അസ്മി അഖില നൃപസുഖേ. എനിക്ക് രാജസുഖങ്ങളിൽ, രാജാവിൻ്റെ നൃപന്മാരുടെ ഉണ്ടാവുന്നതായിട്ടുള്ള, രാജാക്കന്മാർക്ക് ഉണ്ടാകാവുന്നതായിട്ടുള്ള എല്ലാ സുഖങ്ങളിലും ഞാൻ വിരക്തനാണ്. എനിക്കതിലൊന്നും താല്പര്യമില്ല. വിരക്തി വന്നു കഴിഞ്ഞു. എനിക്ക് രാജസുഖങ്ങൾ ഒന്നും അനുഭവിക്കണമെന്ന് ഇല്ല. വരങ്ങൾ ചോദിച്ചു എന്നല്ലേ പറഞ്ഞത്, എന്താ വേണ്ടത് എന്ന് വരം ചോദിച്ചു. അപ്പം അങ്ങനെ ആ വരം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ചതായിട്ടുള്ള ഒരു രാജാവാണ്, മുചുകുന്ദൻ എന്ന പേരായിട്ടുള്ള രാജാവാണ്. എനിക്ക് ഐഹിക സുഖങ്ങളിൽ, രാജസുഖങ്ങളിലൊന്നും തന്നെ താല്പര്യം ഇല്ല, തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഐക്ഷ്വാകോഹം വിരക്ത അസ്മി അഖില നൃപസുഖേ. അഖില നൃപസുഖേ, എല്ലാ രാജാക്കന്മാർക്കും ഉണ്ടാകാവുന്നതായിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളിലും എനിക്ക് വിരക്തിയുള്ളൂ. എനിക്ക് ആ സുഖങ്ങളൊന്നും വേണമെന്ന് ഇല്ല. ഇതി എന്നിങ്ങനെ ഐക്ഷ്വാകോഹം വിരക്തോസ്മി അഖില നൃപസുഖേ ത്വത്പ്രസാദൈകകാംക്ഷി. ഇനി പിന്നെ എന്താണ് വേണ്ടത്? ത്വത്പ്രസാദൈകകാംക്ഷി. ത്വത്പ്രസാദം, അങ്ങയുടെ ഭഗവാന്റെ പ്രസാദം, അത് ഒന്നു മാത്രമാണ്. ഏകകാംക്ഷി, അത് ഒന്നു മാത്രം ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. ഭഗവത് പ്രസാദം മാത്രമേ എനിക്ക് വേണ്ടൂ, അല്ലാണ്ട് രാജസുഖങ്ങളൊന്നും വേണ്ട. ത്വത്പ്രസാദൈകകാംക്ഷി, അങ്ങയുടെ പ്രസാദം ഒന്നിനെ മാത്രം ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. എനിക്ക് ആ ഭഗവത് പ്രസാദം മാത്രമേ വേണ്ടതുള്ളൂ എന്നിങ്ങനെ. ഹാ ദേവ, അല്ലയോ ദേവ. ഹാ എന്നുള്ളത് ആശ്ചര്യസൂചകമായിട്ടുള്ള ഒരു പദം ആണ്. ഭക്തിയെ കുറിക്കണതും ഒക്കെ ആവാം. ഇവിടെ ഹാ എന്നുള്ളത് പല അർത്ഥങ്ങളിലും പ്രയോഗിക്കുന്നതായിട്ടുള്ള ഒരു നിപാതാണ്.
അപ്പം ഇങ്ങനെ ഹാ ദേവേതി, അല്ലയോ ദേവ, എനിക്ക്, ഞാൻ ഇക്ഷ്വാകു വംശത്തിലെ രാജാവാണ്, എനിക്ക് രാജസുഖങ്ങളിലൊന്നും താല്പര്യമില്ല, വിരക്തനാണ് ഞാൻ അതിലൊക്കെ. എനിക്ക് എന്താ പിന്നെ ആഗ്രഹമുള്ളത്? ത്വപ്രസാദ ഏകാകാംക്ഷി, അങ്ങയുടെ പ്രസാദത്തെ ഒന്നിനെ മാത്രം ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. ഇതി, ഇപ്രകാരം സ്തുവന്തം, ഇങ്ങനെ സ്തുതിച്ചു. മുചുകുന്ദൻ ഭഗവാനെ, ആ വിഷ്ണു രൂപം കണ്ടിട്ട് ഭഗവാനെ അങ്ങോട്ട് സ്തുതിച്ചു. എനിക്ക് വേറെ ഒന്നിലും താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇതി സ്തുവന്തം, ഇപ്രകാരം സ്തുതിക്കുന്നതായ ആ മുചുകുന്ദനെ, സ്തുവന്തം വരവിതതിഷു തം നിസ്പൃഹം വീക്ഷ്യ. വരവിതതിഷു, വരങ്ങളുടെ വിതതി വെച്ചാൽ പരപ്പ്, കൂട്ടം എന്നർത്ഥം. ധാരാളം വരങ്ങൾ, എന്ത് വരം ഉണ്ടെങ്കിലും അതൊന്നും വേണ്ട എന്നുള്ളതാണ്. വരവിതതിഷു, വരങ്ങളുടെ വിതതികളിൽ, പരപ്പിൽ ഒന്നിലും തന്നെ നിസ്പൃഹം, എല്ലാറ്റിലും നിസ്പൃഹനാണ്, ആഗ്രഹം ഇല്ലാത്തവനാണ് എന്ന് വീക്ഷ്യ, കണ്ടിട്ട് ഹൃഷ്യൻ, ഭഗവാന് വളരെ സന്തോഷമായി. അതായത് എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് ഈ നൃപസുഖങ്ങളൊന്നും വേണ്ട, എനിക്ക് ഭഗവാന്റെ പ്രസാദം മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ ആ വരവിധതിഷു, പല വരങ്ങളും ചോദിക്കാവുന്നതായിട്ടുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള അനവധി വരങ്ങളിൽ ഒന്നിലും തന്നെ താല്പര്യമില്ല എന്ന് കണ്ടപ്പോൾ, അതായത് ഒന്നിലും തന്നെ താല്പര്യമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സ് വളരെ ശുദ്ധമായി കഴിഞ്ഞു, ആ മോക്ഷപ്രാപ്തിക്ക് യോഗ്യതയുണ്ട് എന്ന് വന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ, അങ്ങനെ ഇതി ഹൃഷ്യൻ, ഭഗവാനും സന്തോഷമായി. ഇയാൾക്ക് വരങ്ങൾ, ഞാൻ എന്തെങ്കിലുമൊക്കെ വരങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു കെട്ട് ആയി തീർന്നാലോ, ഈ സംസാരത്തിൽ തുടരുന്നതിനുള്ളതായിട്ടുള്ള ഒരു ബന്ധനം ആയിട്ട് വരും വരങ്ങൾ മേടിച്ചാൽ. അപ്പം അതിനൊന്നും താല്പര്യമില്ല എന്ന് കണ്ടപ്പോൾ രാജാവിന്, ഭഗവാന് സന്തോഷമായി. ഹൃഷ്യൻ, സന്തോഷിക്കുന്നതായ അങ്ങ്, വരവിതതിഷു തം നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ, സന്തോഷിച്ചുകൊണ്ട്, വീക്ഷ്യ കണ്ടിട്ട്, നിസ്പൃഹനായിട്ട്, മോഹമൊന്നും ഇല്ലാത്തവനായി കണ്ടിട്ട്, വീക്ഷ്യ ഹൃഷ്യൻ, സന്തോഷിക്കുന്നതായ അങ്ങ് വരം കൊടുത്തു. എന്താണ് വരം കൊടുത്തത്? മുക്തേഹേ തുല്യം ഭക്തിം, മുക്തിക്ക് തുല്യമായിട്ടുള്ള ഭക്തി, ഭക്തിയാണ് വരം കൊടുത്തത്. ഭക്തിയാണ്, പ്രസാദം മാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞപ്പോൾ ആ പ്രസാദം ഉണ്ടാവാൻ ഭക്തി തന്നെയല്ലേ വേണ്ടത്? ആ ഭക്തി വേണ്ട പോലെ ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. എങ്ങനെ? മുക്തേഹേ തുല്യം, മുക്തിക്ക് തുല്യമായിട്ടുള്ള ഭക്തി. മുക്തിക്ക് സമയമായിട്ടില്ല. എന്താ വെച്ചാൽ പൂർവ്വജന്മത്തിലെ വാസനകളുണ്ട്. പല രാജാവായിരുന്നില്ലേ, അനവധി പേരെ യുദ്ധത്തിൽ കൊന്നിട്ടുണ്ട്. ദേവന്മാരുടെ സഹായിക്കാനായിട്ട് സ്വർഗത്തിൽ പോയതാണ് ഈ മുചുകുന്ദൻ. അപ്പം അത് കഴിഞ്ഞിട്ട് മുചുകുന്ദൻ തിരിച്ചു വരുമ്പോൾ വരങ്ങൾ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. കുറേ കാലം അവിടെ യുദ്ധം ചെയ്ത് നടന്നു. അപ്പോൾ എന്താ ഇനി വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് സുഖമായിട്ട് ഉറങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ സുഖമായിട്ടുള്ള ഉറക്കമാണ് വരായിട്ട് ചോദിച്ചത്. അങ്ങനെ വരം ചോദിച്ചു. ഈ അനവധി പേരെ വധിച്ചിട്ടുണ്ടല്ലോ, ആ പാപമൊക്കെ തീരണം, അതിൻ്റെ ഒരു സംസ്കാരമൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് മുക്തിക്ക് അങ്ങോട്ട് സമയമായിട്ടില്ല, മോക്ഷം പ്രാപിക്കാനുള്ളതായിട്ടുള്ള സമയമായിട്ടില്ല മുചുകുന്ദന്. പക്ഷേ വരം കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല, ഭഗവാന് വരം കൊടുക്കണം, ഭക്തനാണ്. അപ്പം അതുകൊണ്ട് മുക്തേഹേ തുല്യം, മുക്തിക്ക് തുല്യമായിട്ടുള്ള, അതായത് ക്ലേശങ്ങളൊന്നും ഇല്ലാത്തതായിട്ടുള്ള ആ ഭക്തി ആണ് കൊടുത്തത് എന്നാണ്. ആ ഭക്തിക്ക് യാതൊരു തടസ്സവും വരില്ല. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭക്തിയെ വരമായിട്ട് കൊടുത്തു. മുക്തേഹേ തുല്യം, മുക്തിക്ക് തുല്യമായിട്ടുള്ള, അതായത് ആനന്ദിക സ്വരൂപമായിട്ടുള്ള, ആനന്ദസ്വരൂപമായിട്ടുള്ള ആ ഭക്തി, ഭഗവാനിൽ ഏകനാണ് എന്ന ഭാവനയോടുകൂടിയതായിട്ടുള്ള ആ ഭക്തിയെ വരമായിട്ട് കൊടുത്തു. മുക്തേഹേ തുല്യം ച ഭക്തിം ധൂത സകല മലാം. എങ്ങനെയുള്ളതാണ് ആ ഭക്തി? ധൂത സകല മലാം, ഭക്തി ധുതമായിട്ടുള്ള, കഴുകിക്കളഞ്ഞതായിട്ടുള്ള സകല മലങ്ങളും, എല്ലാ മാലിന്യങ്ങളും ആ ഭക്തി അല്ലാതെ കണ്ട് ഹൃദയത്തിൽ വേറെ ഒന്നുമില്ല, ഒരു മാലിന്യവും ഇല്ല. അതായത് ചിലപ്പോൾ മോഹം ഉണ്ടാവാം, അങ്ങനെ ഉണ്ടാവണം ഇങ്ങനെ ഉണ്ടാവണം എന്നുള്ളതായിട്ടുള്ള മോഹം ഉണ്ടാവാം. എന്തെങ്കിലും തടസ്സം വന്നാൽ അതിന് ദ്വേഷം ഉണ്ടാവാം, അല്ലേ? വേറെ വല്ലതിനോടും താല്പര്യം. ഇങ്ങനെയുള്ളതായിട്ടുള്ള ആ മാലിന്യങ്ങൾ ഒന്നുമില്ലാത്തതായിട്ടുള്ള ഭക്തി. സകല ധുത സകലമലം, ധുതമായ, കഴുകി മാറ്റപ്പെട്ടതായ
സകല മലങ്ങളോടുകൂടിയ എല്ലാ മാലിന്യങ്ങളോടുകൂടിയ ഭക്തിയെ വരമായിട്ട് കൊടുത്തു എന്നാണ്. ധുത സകലമലാം മോക്ഷമഭി ആശു. ഇനി അങ്ങനെയുള്ളതായിട്ടുള്ള ഭക്തി വരായിട്ട് കൊടുത്തു. ഇനി ആശു മോക്ഷമഭി, അപ്പോൾ താമസം ഇല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള മോക്ഷത്തെയും, അതായത് പ്രാരബ്ധ കർമ്മങ്ങൾ അതൊക്കെ അനുഭവിച്ച് തീരണം. അനുഭവിച്ച് തീരുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ അതേ സമയത്ത് ആ ഭക്തിക്ക് യാതൊരു കുറവും ഉണ്ടാവാതിരിക്കും വേണം. അതായത് വേറെ സംസ്കാരം ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായിരുന്നതായിട്ടുള്ള പൂർവ്വ സംസ്കാരങ്ങൾ ജീവിച്ച് തീർക്കുക. അത് കഴിഞ്ഞാൽ മോക്ഷം പ്രാപിക്കുക. ഇങ്ങനെയാണ് വരം കൊടുത്തത് എന്നാണ്. അതായത് ആ പൂർവ്വ സംസ്കാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ലോകത്തിൽ തന്നെ അനുഭവിച്ച് തീർക്കണം. എന്നാലേ മോക്ഷപ്രാപ്തിക്ക് യോഗ്യനാവും. പരിപൂർണ യോഗ്യത മോക്ഷപ്രാപ്തിക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ പ്രാരബ്ധ കർമ്മങ്ങളൊക്കെ അനുഭവിച്ച് തീർക്കണം. അപ്പം അതുകൊണ്ട് എന്നാൽ ആ പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്നതായിട്ടുള്ള കാലത്ത് ഈ രാഗാദികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും പ്രാരബ്ധ കർമ്മങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കർമ്മങ്ങൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ സംസ്കാരമൊക്കെ ദേഹത്തിൽ കൂടും, ആത്മാവിൽ കൂടിച്ചേരും. അപ്പം അതുകൊണ്ട് വീണ്ടും പ്രാരബ്ധ കർമ്മങ്ങളുടെ സംസ്കാരം ഉണ്ടാവാതിരിക്കണം. അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു അവസ്ഥ വരുമ്പോൾ അത് പരമാനന്ദ സ്വരൂപമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പം അതാണ് മുക്തേ തുല്യം ഭക്തിയും, മുക്തിക്ക് തുല്യമായ ഭക്തിയെയും. എങ്ങനെയുള്ള ഭക്തി? സകല ധുത സകലമലാം, എല്ലാ മാലിന്യങ്ങളും കഴുകിക്കളഞ്ഞതായ ഭക്തിയെയും. ആശു മുക്തിം ച, ആശു വേഗത്തിൽ തന്നെ മുക്തിയെയും, അതായത് വേറെ താമസമൊന്നും ഉണ്ടാവില്ല. ഈ പ്രാരബ്ധ കർമ്മങ്ങൾ അങ്ങോട്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനിയൊരു ജന്മമില്ല. അപ്പോൾ ആശു മുക്തിം, വളരെ വേഗത്തിൽ തന്നെ മോക്ഷത്തെയും കൊടുത്തു. ഈ പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിച്ചു തീർക്കുക, പിന്നെ അത് കഴിഞ്ഞാൽ മോക്ഷമായി. ആശു മുക്തിം ച, വളരെ വേഗത്തിലുള്ളതായ മുക്തിയെയും ദത്വാ നൽകിയിട്ട്, മുചുകുന്ദന് നൽകിയിട്ട്, കാര്യം ഹിംസാവിശുദ്ധ്യൈ തപൈതി ച പ്രാർത്ഥ, പ്രാർത്ഥ പറഞ്ഞു. അങ്ങ് ആ മുചുകുന്ദനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? തപഹ കാര്യം, തപസ് അനുഷ്ഠിക്കണം എന്ന്. എന്തിനാണ്? ഹിംസാവിശുദ്ധ്യൈ തപ ഇതി, ഹിംസാവിശുദ്ധി. രാജാവായിരുന്നു, അനവധി ഹിംസകൾ ചെയ്തിട്ടുണ്ട്. അത് രാജാവിൻ്റെ ധർമ്മത്തിൽപ്പെട്ടതായിട്ട് ധർമ്മമാണ്. ദുഷ്ട ജന്തുക്കളെയും അല്ലെങ്കിൽ ശത്രുക്കളെയും ഒക്കെ നശിപ്പിക്കുക എന്നുള്ളത് രാജാവിൻ്റെ ധർമ്മമാണ്. ആ ധർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനവധി ഹിംസകളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. രാജാവ് എന്നുള്ള നിലയ്ക്ക് എല്ലാം നല്ലതായി ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല, സാധ്യമല്ല. അങ്ങനെയുള്ളതായിട്ടുള്ള അവസ്ഥയിരിക്കുമ്പോൾ അതൊന്നും സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഹിംസകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വിശുദ്ധിക്കായിട്ട്, ആ ചെയ്തതിൻ്റെ പാപം മുഴുവൻ ഇല്ലാതായി പോകുന്നതിന് വേണ്ടി, ഇല്ലാതാക്കി കളയുന്നതിന് വേണ്ടി തപഹാകാര്യം, തപസ് ചെയ്യണം. തപസ് ചെയ്യുകയാണെങ്കിൽ ബുദ്ധി വേറെ ഒന്നിലേക്കും പതറില്ല. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ തപസ്സിനെ അനുഷ്ഠിക്കണം. എന്തിനു വേണ്ടി? ഹിംസാവിശുദ്ധി, ഹിംസ ചെയ്തതിൻ്റെ ആ പാപം എല്ലാം ശുദ്ധമാകുന്നതിന് വേണ്ടി, ഇല്ലാതാക്കുന്നതിന് വേണ്ടി തപൈതി, തപസ് ചെയ്യേണ്ടതാണ്. കാര്യം തപഹ, തപസ് ചെയ്യേണ്ടതാണ് എന്ന് പ്രാർത്ഥ അങ്ങ് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്? മുചുകുന്ദനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ലല്ലോ. എന്നാണെങ്കിൽ ലോകപ്രതീത്യൈ, മുചുകുന്ദന് മാത്രം മനസ്സിലാവാൻ വേണ്ടിയിട്ടല്ല, ലോകർക്ക് മുഴുവനെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതായത് കുറേ അങ്ങോട്ട് പാപം ചെയ്ത് കഴിഞ്ഞിട്ട് ഒടുക്കൊരു നാരായണ എന്ന് ചൊല്ലിയാൽ അതുകൊണ്ടാവില്ല. പക്ഷേ അതിനു ലോകർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അതിൻ്റെ സംസ്കാരം മുഴുവൻ അവസാനിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യുക. വേറെ ഒന്നിലേക്കും ബുദ്ധി പതറി പോവാതെ കണ്ട് തപസ് ചെയ്യുക, അത് മാത്രമേ നിവൃത്തിയുള്ളൂ എന്നാണ്. അപ്പം അങ്ങനെ ഹിംസാവിശുദ്ധി, ഹിംസ കൊണ്ടുണ്ടായതായ പാപങ്ങളിൽ നിന്നെല്ലാം വിശുദ്ധി നേടുന്നതിന് വേണ്ടി കാര്യം തപഹ, തപസ് ചെയ്യേണ്ടതാണ് എന്ന് ലോകപ്രതീത്യൈ പ്രാർത്ഥ, ലോകപ്രതീതിക്ക് വേണ്ടി, ലോകരുടെ അറിവിന് വേണ്ടിയിട്ട്, അല്ലാണ്ട് മുചുകുന്ദൻ്റെ അറിവിന് വേണ്ടിയിട്ടല്ല, ലോകരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. മുചുകുന്ദൻ വലിയ ഭക്തനാണ് എന്നുള്ളത് ഭഗവാൻ അറിയാം. ആ മുചുകുന്ദനെ വേണ്ടിയിട്ടല്ല, ലോകർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ പാപങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട്, ആ സംസ്കാരത്തിൻ്റെ നാശത്തിന് വേണ്ടിയിട്ട് തപസ് അനുഷ്ഠിക്കേണ്ടതാണ് എന്ന്
ലോകർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങ് പറഞ്ഞു എന്നാണ്. മുചുകുന്ദനോട് തപസ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് ലോകർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ഈ മുചുകുന്ദന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല എന്നുള്ളത് കൂടിയും പറഞ്ഞു. ഐക്ഷ്വാകോഹം, ഞാൻ ഇക്ഷ്വാകു വംശത്തിലെ രാജാവാണ്. വിരക്ത അസ്മി അഖില അഖില നൃപസുഖേ, രാജാക്കന്മാരുടെ എല്ലാ സുഖങ്ങളിലും ഞാൻ വിരക്തനാണ്, എനിക്കതിലൊന്നും താല്പര്യമില്ല. ഇതി ഹാ ദേവ, ലയോ ദേവ, എനിക്ക് രാജസുഖങ്ങളിലൊന്നും താല്പര്യമില്ല. ഇതി സ്തുവന്തം എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നതായ ആ മുചുകുന്ദനെ, ഇതി സ്തുവന്തം വരവിധതിഷു തം നിസ്പൃഹം വീക്ഷ്യ, വരവിധതിഷു, വരങ്ങളുടെ പരപ്പിൽ തന്നെ ധാരാളം വരങ്ങൾ അനുവദിച്ചു കൊടുത്തു. പക്ഷെ അതൊന്നിനും താല്പര്യമില്ല. വരവിധതിഷു, വരങ്ങളുടെ വിധതിയിൽ തന്നെ, വിധതിച്ച സംഘം, സമൂഹം എന്നൊക്കെ പറയാം, അതിൽ നിസ്പൃഹനായിട്ട് മോഹമൊന്നുമില്ലാത്തതായി കണ്ടിട്ട് ഹൃഷ്യൻ സന്തോഷിച്ചുകൊണ്ട് വരം കൊടുത്തു എന്നാണ്. എന്താണ് വരം കൊടുത്തത്? മുക്തേഹേ തുല്യാം ഭക്തി, മുക്തിക്ക്, മോക്ഷത്തിന് തുല്യമായ ആനന്ദിക സ്വരൂപമായിട്ടുള്ള ആ ഭക്തിയെയും, ആശു മോക്ഷം അഭി, വേഗത്തിലുള്ളതായിട്ടുള്ള മോക്ഷത്തെയും, താമസിയാതെ കണ്ടുള്ളതായിട്ടുള്ള മോക്ഷത്തെയും വരമായി കൊടുത്തിട്ട്, എന്തിനു വേണ്ടി? ലോകപ്രതീത്യൈ, ലോകപ്രതീതിക്ക് വേണ്ടി, ലോകരെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇത്രത്തോളം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? കാര്യം ഹിംസാവിശുദ്ധി തപഹ, ഹിംസാവിശുദ്ധിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഹിംസയിൽ നിന്ന് വിശുദ്ധി നേടുന്നതിന് വേണ്ടി തപഹ കാര്യം, തപസ് അനുഷ്ഠിക്കണം എന്നും പറഞ്ഞു എന്നാണ്. ഐക്ഷ്വാകോഹം വിരക്തോസ്മ്യഖില നൃപസുഖേ ത്വത്പ്രസാദൈകാംക്ഷീഹ ദേവേതി സ്തുവന്തം വരവിതതിഷു തം നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ മുക്തേ സ്തുല്യം ച ഭക്തിം ധൂതസകലമലാം മോക്ഷമപ്യാശുദത്വാ കാര്യം ഹിംസാ വിശുദ്ധ്യൈ തപൈതി ച തദാ പ്രാർത്ഥ ലോകപ്രതീത്യൈ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഇക്ഷ്വാകൂ വംശജന്യൻ നൃപസുഖ വിമുഖൻ നൽകണേ നിൻ പ്രസാദം, ചൊല്ലി സ്തോത്രങ്ങളോതി വരമതിനു വിരക്തൻ ഭവാൻ പ്രീതനായി. മോക്ഷത്തിനൊത്ത ഭക്തി സുഖവും ഒടുവിലായി മോക്ഷവും നൽകി മോദാൽ ഹിംസാ പാപം നശിക്കാൻ താപമൊരു വഴിയേ എന്നു ലോകർക്കു കാട്ടി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.